നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ സർവേശ്വര. എട്ടാമത്തെ ദശകത്തിൽ നൈമിത്തിക പ്രളയവും ബ്രഹ്മോൽപ്പത്തിയും പറയണു. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അവസാനിക്കുമ്പോൾ സംഭവിക്കണ പ്രളയത്തിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുക. അതിനുശേഷം വീണ്ടും ഭഗവാന്റെ നാഭീകമലത്തുനിന്ന് ബ്രഹ്മാവ് ജനിക്കണേനെ ഭട്ടതിരി ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ അങ്ങയിൽ നിന്ന് ജന്മം എടുത്തിട്ടുള്ള ആ ബ്രഹ്മാവ് അങ്ങയിൽ നിന്ന് തന്നെ വേദങ്ങളെ സ്വീകരിച്ചിട്ട് അതിന് മുമ്പിലുള്ള കൽപ്പങ്ങളിലെ പോലെ സൃഷ്ടികർമ്മം തുടങ്ങിയെന്ന് പറഞ്ഞു. അതായത് ഇതൊരു അൺഎൻഡിങ് പ്രോസസ്സാണ്. ഒരു ബ്രഹ്മാവ് ഒരു ദിവസം ഉണ്ടായി കുറേ കാലം ജീവിച്ചിട്ട് ഇല്ലാണ്ടായി എല്ലാം അവസാനിച്ചു പോകില്ല. ഇതിന് മുമ്പ് ഇഷ്ടംമാതിരി ബ്രഹ്മാവ് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുരാണങ്ങൾ പറഞ്ഞു അടുത്ത കൽപ്പത്തിലെ ബ്രഹ്മാവ് സാക്ഷാൽ ഹനുമാൻ സ്വാമിയാണെന്നാ, അടുത്ത കൽപ്പത്തിലെ വ്യാസൻ അശ്വത്ഥാമാവാണ്. ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെയും റോളുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. ഏതോ ഒരു യുഗത്തിൽ ഏതോ ഒരു കൽപ്പത്തിൽ നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇതുമാതിരി കേട്ടിട്ടുണ്ട് നാരായണീയം. ഇനി വരണൊരു കൽപ്പത്തിലും ഏതോ ഒരു യുഗത്തിൽ ഇതേമാതിരി നമ്മളെല്ലാം ഇതേ സ്ഥലത്ത് നമ്മുടെ സാരിയുടെയും മുണ്ടിൻ്റെയും ഒരു ചുളിവ് പോലും മാറ്റമില്ലാത്ത വിധത്തിൽ നമ്മളിരിക്കും. അതാണ് പ്രപഞ്ചത്തിൻ്റെ ആവർത്തനക്രമം. ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിച്ചാൽ മനസ്സിലാവും നമ്മളെ എന്ത് നശ്വര ജന്മങ്ങളാണ്. ഒരു കഥയുണ്ടല്ലോ ഹനുമാൻ സ്വാമിയാണ് വീണ്ടും വരണം. കണ്ടോ, എന്താ ഭഗവാൻ തന്നെ വീണ്ടും വരും. ശ്രീരാമസ്വാമിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ബ്രഹ്മാദികളൊക്കെ വന്നു പറഞ്ഞു അങ്ങേക്ക് തിരിച്ചു വരാനുള്ള സമയമായി എന്ന്. ശ്രീരാമൻ പറഞ്ഞു ശരി ഞാൻ വരാം, വൈകുണ്ഠത്തേക്ക് വരാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഈ ഹനുമാനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവൻ എൻ്റെ പരിസരത്തുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. അവൻ എന്നെ ഭൂമിയിൽ നിന്ന് വിടില്ല. അതിനൊരു ഉപായം കണ്ടെത്തണം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. ഞാനൊരു ശ്രീരാമനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് ലക്ഷ്മണൻ്റെ ജീവൻ എടുക്കുക ചെയ്യണത്, അതറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. അത് കഴിഞ്ഞ് ശ്രീരാമൻ പോകണം. അപ്പോൾ ശ്രീരാമനെ അവസാനം പിടിച്ചു കെട്ടുന്നത് ലക്ഷ്മണൻ പോലുമല്ല, ഹനുമാനാണ്. ആ ഹനുമാനെ അവിടുന്ന് മാറ്റണം. അതിനെന്താ വിദ്യ? താൻ ശരീരം വെടിയാൻ തയ്യാറായപ്പോൾ ശ്രീരാമസ്വാമി ചെയ്തതെന്താ വെച്ചാൽ ആളയച്ച് വരുത്തി ഹനുമാനെ വിളിച്ചുകൊണ്ടൊരു പറഞ്ഞു. അദ്ദേഹം വന്ന് തൊഴുതു നിന്നു. ആ ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ അറിയാത്ത മാതിരി ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മുദ്രമോതിരം അങ്ങനെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണു. ശ്രീരാമൻ്റെ മുദ്രമോതിരമാണ്, ചക്രവർത്തിയുടെ മുദ്രമോതിര. വീണിട്ട് അന്നേ വരെ ആ കൊട്ടാരത്തിൻ്റെ നിലത്തില്ലാത്തൊരു ക്രാക്കിൽ കൂടെ അത് അകത്തേക്ക് പോയി. അവിടെ അങ്ങനെ ഒരു ക്രാക്കില്ല, അത്രയും പെർഫെക്റ്റ് കൊട്ടാരമാണ്. അവിടെ എങ്ങനെയാ വിള്ളൽ വന്ന് മുദ്രമോതിരം പോയി. അയ്യോ എൻ്റെ മുദ്രമോതിരം പോയി എന്ന് പറഞ്ഞു ശ്രീരാമൻ. അപ്പോൾ ഹനുമാൻ പറഞ്ഞു അതിനെന്താ സ്വാമി ഞാൻ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞിട്ട് സിദ്ധികളുള്ള ആളെ അണിമ പോലെ കുഞ്ഞായി ചെറിയ ശരീരമായിട്ട് ആ ദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. ഹനുമാൻ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇത് കാണാനില്ല. വലിയ കൊക്കയുടെ ഉള്ളിൽ ഇറങ്ങിയ മാതിരിയാണ് ആ ചെറിയ വിള്ളലിൻ്റെ ഉള്ളിൽ ആ ശരീരം ചെറുതാക്കി ഇറങ്ങിയപ്പോൾ കാണാനില്ല. താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അനവധി കാലം സഞ്ചരിച്ചിട്ട് ഒരു സ്ഥലത്ത് വന്നങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പ്രകാശം മാത്രം. ശരീരം വലുതാക്കി നോക്കിയപ്പോൾ അവിടെ ഉണ്ട് ഒരു വലിയ സിംഹാസനത്തിൽ 800 ഭണങ്ങളോട് കൂടിയിട്ട് തീക്കട്ട പോലുള്ള കണ്ണുകളോട് കൂടിയിട്ടൊരു മഹാസർപ്പം ഇരിക്കുന്നു. കണ്ട ഉടനെ തൊഴുതു. ഞാൻ വാസുകിയെന്ന് പറഞ്ഞു. നീ എൻ്റെ രാജ്യത്താണ് വന്നിരിക്കണം ഹനുമാൻ, സ്വാഗതം. എന്താ വന്നത്? എൻ്റെ ഉപചാരങ്ങളൊക്കെ സ്വീകരിക്കുള്ളൂ. എനിക്ക് സമയമില്ല, എൻ്റെ നാഥൻ്റെ മോതിരം വീണത് തെരഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് പറഞ്ഞു. ഓ അതാണോ, അത് അവിടെ കിടക്കേണ്ട എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. അനവധി ശ്രീരാമ മുദ്രമോതിരങ്ങളുടെ ഒരു പർവ്വതം കിടക്കണു. ഓരോ ചതുർയുഗത്തിലും ശ്രീരാമൻ താഴെക്കിട്ട മുദ്രമോതിര. ഇതിലേതാണ് തൻ്റെ നാഥൻ്റെ ഇപ്പോഴത്തെ മോതിരം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരു പർവ്വതം പോലെ മുദ്രമോതിരം കൂടിക്കിടക്കണ്. ഹനുമാൻ ആകെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി ജനങ്ങളെയും കൂട്ടി സരയൂ നദിയിലിറങ്ങി ശരീരം കളഞ്ഞു. അതുകൊണ്ട് ഓരോ യുഗത്തിലും രാമായണം നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഓരോ യുഗത്തിലും നമ്മളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രഭാഷണം കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കണു. ആ ചാക്രികാണ് പ്രപഞ്ചം, ചാക്രികാണെന്നാണ് പറഞ്ഞത്. എട്ടാമത്തെ ദശകത്തിൽ പ്രപഞ്ചത്തിൻ്റെ ലയം, പുനർജനനം, ഇത് രണ്ടും ഭട്ടതിരി കൃത്യമായിട്ട് വിവരിക്കുന്നു. നമ്മൾ ഉറങ്ങുകയും ഉണരുകയും ചെയ്യണത് പോലെ പ്രപഞ്ചത്തിൻ്റെ പ്രളയവും സൃഷ്ടിയും. നമ്മൾ ഉറങ്ങിയാൽ പ്രളയം, നമ്മൾ ഉണർന്നാൽ സൃഷ്ടി. ഒരു വ്യക്തി അവൻ കാണുന്നതാണ് ലോകം. അവൻ കണ്ണു തുറന്നിരുന്നാൽ അവന് ലോകമുണ്ട്, അവൻ ബോധം കെട്ടുറങ്ങി അവന് ലോകമില്ല. അതങ്ങനെ ആ ലുറ്റും അപ്പോഴും ഉണ്ടല്ലോ പറയും. നിങ്ങൾക്ക് അപ്പം അറിയുണ്ടോ? ഇല്ല. ഇതാണ് യോഗവാസിഷ്ടം പഠിപ്പിച്ചത്.
ശ്രീരാമന് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കണ പ്രധാന ഉപദേശങ്ങളിൽ ഒന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ആ അവസാനത്തെ ശ്ലോകത്തിൽ ഭട്ടതിരി ഒരു വിളി വിളിക്കും. ആ 8ാമത്തെ ദശകത്തിൻ്റെ 13ാമത്തെ ശ്ലോകം ഞാൻ പറഞ്ഞു, ഔഷധമാണ്. അസ്മിൻ പരാത്മൻ അനുവാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശി നിരുന്ധിവാതാലയവാസ വിഷ്ണു. നോക്കൂ, രോഗത്തിൻ്റെ പാരമ്യതയിൽ വലിയ കടുകട്ടി വൃത്തത്തിലൊന്നും എഴുതാൻ വയ്യ, എന്നിട്ടും എഴുതിയ ശ്ലോകത്തിൻ്റെ പവർ നോക്കൂ. കാഞ്ചി പരമാചാര്യർ അതിനെ മരുന്നായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലേ. പരമാത്മാവായിട്ടുള്ള ഗുരുവായൂരപ്പ ഈ പത്മകൽപ്പത്തിൽ ഇങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനും അനന്തമായിട്ടുള്ള മഹിമയോ ഉള്ളവനായിട്ടുള്ള ഭഗവാനെ അനന്തഭൂമാ എന്നാണ് പറഞ്ഞത്. അവിടെയും ഭൂമാ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഭൂമാവ് എന്നുള്ള ശബ്ദം വളരെ വിശേഷമായിട്ട് ഉപയോഗിക്കണ വാക്കാണ്. എൻ്റെ രോഗങ്ങളൊക്കെ നീക്കി എന്നെ രക്ഷിക്കണേ. ഈ ശ്ലോകം 108 പ്രാവശ്യം ദിവസം ജപിച്ചാൽ സകല രോഗമുക്തി എന്നാണ് പരമാചാര്യർ പറഞ്ഞത്. കാഞ്ചി പെരിയവ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. അതൊക്കെ ആചാര്യവാക്യമാണ്. അതൊക്കെ നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആ കാലഗണനയൊക്കെ പറഞ്ഞ് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സൃഷ്ടി മുമ്പത്തെ പോലെ വീണ്ടും പുനരാരംഭിക്കുന്നത്, ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും പറയണു. അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭഗവാൻ പറയുന്നുണ്ട് എല്ലാം അതേപടിയാണെങ്കിലും ചെറിയ മാറ്റമുണ്ട്. ഒരേ പാട്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പാടുമ്പോൾ ഈണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ കൊണ്ടുവന്ന് രസാക്കും. അതുമാതിരിയാണത്രേ ഓരോ തവണ ഒക്കെ ഒരേ ബ്രഹ്മാവ് ഒരേ സൃഷ്ടി എല്ലാമാണ്, ഒരു ചെറിയ ന്യൂവൻസ് കൊണ്ടുവരും ബ്രഹ്മാവ്, എന്തെങ്കിലും ഒരു വ്യത്യാസം അത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും 2ാം ശ്ലോകം കൊണ്ട്, 3ാമത്തെ ശ്ലോകം കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഉണർച്ചയും ഉണരുന്നതും അത് തുടരുന്നതും പറയണു. അതിനുശേഷം ബ്രഹ്മാവിൻ്റെ കാലഗണനയിൽ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് ഭട്ടതിരി പറഞ്ഞു. 100 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ പകുതി കടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ദ്വിതീയ പരാർത്ഥം. ശ്വേതവരാഹകൽപ്പം നമ്മൾ സങ്കല്പം പറയുമ്പോൾ ദ്വിതീയ പരാർത്ഥം വെച്ചാൽ ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാലത്താണ്, ഷഷ്ടിപൂർത്തി ആയിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തീരില്ല, പേടിക്കണ്ട. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ 2ാമത്തെ പകുതിയിലാണ്. ബ്രഹ്മാവിൻ്റെ പകൽ അവസാനിക്കുമ്പോഴാണ് ഭഗവാന്റെ ലീലകൾ. അതേമാതിരി അടുത്ത ദിവസത്തിൻ്റെ ഉദയം, ഇതിൻ്റെ ഒക്കെ ഞാൻ വിവരിക്കാം എന്ന് പറഞ്ഞ് ആ നാഭീകമലത്തിൻ്റെ ഭഗവാന്റെ പൊക്കിളിൽ നിന്ന് വരുന്ന ആ താമരയുടെ പത്മനാഭൻ എന്ന് എന്തൊരു പേര് ഭഗവാന് വന്നിട്ടുണ്ടോ അതിന് കാരണമായിട്ടുള്ള ആ പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ ഗർഭപാത്രം, ബ്രഹ്മാവ് പോലും ജനിച്ച ഗർഭപാത്രം, ഭഗവാന്റെ സങ്കല്പശക്തിയുടെ മൂർത്തരൂപം. രൂപമില്ലാത്ത നാരായണൻ എനിക്ക് രൂപമുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചതാണ് സങ്കല്പശക്തിയുടെ ആദ്യത്തെ ഉദയം. അതുകൊണ്ട് നമുക്ക് ഇമാജിനേഷൻ്റെ പവർ ഇല്ലെങ്കിൽ പത്മനാഭനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പത്മനാഭൻ്റെ മന്ത്രങ്ങളാണ് ചെല്ലേണ്ടത്. അപ്പോൾ സങ്കല്പശക്തി വർദ്ധിക്കും. കാരണം പത്മനാഭനാണ് സങ്കല്പശക്തിയുടെ മൂർത്തരൂപം. അങ്ങനെ ആദ്യം സങ്കല്പിച്ചപ്പോൾ ഒരു രൂപം ഉണ്ടായി. അത് വീണ്ടും വികസിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ നാഭീന്ന പത്മം ഉണ്ടായി. അത് പ്രപഞ്ച ഗർഭപാത്രമാണ്. ആദ്യത്തെ അമ്മ അതാ. അതിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നെ സകല സൃഷ്ടികളും വരുന്നത്. ആ നാഭീകമലത്തിൻ്റെ ദർശനം പറയണു. അതിനുശേഷം വീണ്ടും ഭഗവാൻ പ്രപഞ്ചത്തെ ആ രാത്രി പ്രളയത്തിൽ ഉപസംഹരിച്ച കഥ പറയണു. പകൽ അവസാനിക്കുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങണു, ഭഗവാനിൽ ലയിക്കണു. സകല ലോകങ്ങളും ഭഗവാന്റെ ആ ദാമോദരത്തിൽ ലയിച്ചു പോണു. ജലം മാത്രം അവശേഷിക്കും, നാരം മാത്രം. നോ നാരായണൻ, നോ നരൻ. കാണാതായി സകലതും കാരണജലത്തിൽ പോവുകയാണ്. ഇതിനെ ഏകാർണവം എന്ന് പറയും. ഒറ്റ സമുദ്രം. ഇതിനാണ് ഏകാർണവം എന്ന് പറയുക. ആ ഒറ്റ സമുദ്രമായിട്ട് അത് മാറി തീരണു. അതായത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടി കളിച്ചതിന് ശേഷം തിരിച്ച് രാത്രി കിടക്കാൻ പോകുമ്പോൾ പെട്ടിയിലേക്ക് എടുത്തു വെച്ചിട്ട് പൂട്ടി പോകുന്നത് പോലെ ഭഗവാൻ തൻ്റെ കളിപ്പാട്ടങ്ങളെയൊക്കെ എടുത്ത്, ഈ പ്രപഞ്ചാകണ കളിപ്പാട്ടത്തിനെയൊക്കെ എടുത്ത് നമ്മളെയൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ പെട്ടിനുള്ളിൽ വെച്ച് ഭദ്രമായി പൂട്ടിയിട്ട് പോണു. വീണ്ടും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മൂപ്പരാക്ക കൊണ്ടുവന്ന് പുറത്ത് നിരത്തി വെച്ച് കളി തുടങ്ങും. അങ്ങനെ 6ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള യോഗനിദ്ര പറയുന്നു. ധ്യാനം ഉറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ ആ ശ്ലോകം ചെല്ലണം. വിശേഷ 6ാമത്തെ ശ്ലോകം. ഭഗവാൻ പ്രളയജലത്തിൽ ആദിശേഷൻ്റെ മേലെ ശയിക്കണു. അദ്ദേഹം അബോധാവസ്ഥയിലൊന്നുമല്ല, ആനന്ദസാന്ദ്രനായിട്ടാണ് കിടക്കണത്. യോഗനിദ്രയിൽ മുഴുകിയിരിക്കണ്. അത് അറിവില്ലായ്മയല്ല, നമ്മൾ ബോധം കെട്ട് ഉറങ്ങണ മാതിരിയല്ല. എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള, ഉണർന്നുകൊണ്ടുള്ള ഉറക്കണം. പരമാധികാരമായിട്ടുള്ള വിശ്രമം. ആ വിശ്രമത്തിന് അദ്ദേഹത്തിന് മാത്രം അധികാരം. വേറെ ആർക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള അവകാശം ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനെയുള്ള യോഗവിദ്യ പറഞ്ഞു. 8ാമത്തെ അധ്യായത്തിലെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകത്തിൽ സമയമാദ്യം ഉണരണതിനെ കുറിച്ച് പറഞ്ഞു. കാലമാണ് ഉണരണത്. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ രാവിലെ 5 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലം ഉണരുന്നില്ലേ? അതുവരെ നമ്മൾ കാലത്തിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അലാറം അടിക്കുമ്പോഴാണ് 5 മണിയായി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലം
കണ്ണു തുറന്നു. അവിടെ തൊട്ട് പിന്നെ നമ്മൾ സമയത്തിനനുസരിച്ചാണ് പോകണം, വീണ്ടും ഉറങ്ങണത് വരെ അല്ലേ. ഭഗവാനും കണ്ണു തുറക്കുമ്പോൾ കാലം ഉണരും. അപ്പോഴാണ് കാലം, അതുവരെ കാലം സ്റ്റക്കാണ്. സമയം വീണ്ടും ചലിക്കാൻ തുടങ്ങും, സമയം വീണ്ടും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഭഗവാൻ കാലം എന്ന് പറയുന്ന ശക്തിയോട് ആജ്ഞാപിക്കുകയാണ്. നമ്മൾ പറയണ് രാവിലെ 4:30 മണിക്ക് എനിക്ക് എണീക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ 4:30 മണിക്ക് നമ്മുടെ ശരീരം വിളിച്ചെണീപ്പിക്കും. ഇത് തന്നെയാണ് ഭഗവാൻ ചെയ്യണത്. ഞാൻ ഉറങ്ങാൻ പോണു, നീ എന്നെ രാവിലെ 4 മണിക്ക് വിളിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് കാലത്തിനോട് പറഞ്ഞിട്ട് ടൈം പീസിൽ അലാം സെറ്റ് ചെയ്തിട്ട് ഉറങ്ങണം. കാലം രാവിലെ 4 മണിയാകുമ്പോൾ ഭഗവാനെ എണീപ്പിക്കുകയാണ്. കാലവും അതോടുകൂടി ഉണരുന്നു. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കണം നോക്കൂ. മഹത്തായിട്ടുള്ളൊരു സത്യം ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. കാലം ഭഗവാനെ നിയന്ത്രിക്കുന്നില്ല, കാലം ഭഗവാനെ അനുസരിക്കുന്നു. ആ കാലത്തിൻ്റെ സിമ്പിളാണ് ആ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, സുദർശനം, കാലചക്രം. രിപുപ്രാണഹര ചക്രം എന്നാ പറയുക അതിനെ ശരിക്കും. ആ ചക്രം അതാണ്. 9ാമത്തെ ശ്ലോകത്തിൽ ദിവ്യമായിട്ടുള്ള കടാക്ഷം പറയണു. ഭഗവാൻ ഉണരണു, സകല ലോകങ്ങളും തന്നിൽ ലയിച്ചു കിടക്കുന്നത് കാണുന്നു. അതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള വാസനകളാണ്. നമ്മുടെ ഉള്ളിൽ ഓരോരോ വാസനകളില്ലേ, അതുമാതിരി ഭഗവാന്റെ ഉള്ളിലുള്ള വാസനകളായിട്ട് നമ്മളൊക്കെ കിടക്കുന്നുണ്ടാവും. അത് ഭഗവാൻ തൻ്റെ കടാക്ഷം കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. തൻ്റെ വാസനകളെയൊക്കെ നോക്കുമ്പോൾ അത് കൗതുകമല്ല, സൃഷ്ടിക്കാനുള്ള കാരുണ്യം. ഭഗവാന്റെ ഒരു നോട്ടം മതി ചത്ത് കിടക്കണ ഒരു വിത്ത് മുളയ്ക്കാൻ. ഭഗവാനൊന്ന് നോക്കിയാൽ മതി. 8ഉം 10ഉം 8ലെ 10ഉം 11ഉം ശ്ലോകങ്ങളിൽ വീണ്ടും ഭഗവാന്റെ നാഭീന്നതാ ഒരു കൂമ്പ് ഇങ്ങനെ വളർന്നു വരണു. ഒരു താമര മൊട്ടായിട്ട് വന്നിട്ട് അങ്ങനെ വന്ന 1000 അതല്ല താമരയായിട്ട് ആ ഗർഭപാത്രം അങ്ങോട്ട് വികസിച്ചു വരികയാണ്. പ്രപഞ്ചം സകല നാമരൂപങ്ങളും തത്വങ്ങളും ഒക്കെ വിത്തിൻ്റെ രൂപത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഈ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ താമര ജലത്തിൻ്റെ മുകളിലേക്ക് ഉയരും, പ്രകാശം വരും, പ്രപഞ്ചത്തിൽ അന്ധകാരം മാറും. ആ താമര എന്നാണ് പ്രകാശം വരണത്. ഈ താമര സൃഷ്ടി എന്നുള്ളതിനെ മനോഹരമായിട്ട് ചുരുക്കി വെച്ച രൂപമാണ്. അതാണ് ഭഗവാന്റെ കയ്യിലിരിക്കണ കമലം, സൃഷ്ടിയാണത്. അതുകൊണ്ടാണ് അതിനെ ആയുധമായിട്ട് പറയണത്. നമ്മൾ ആയുധം പറയുമ്പോൾ ചക്രായ നമ, ശംഖായ നമ, പത്മായ നമ, ഗദായ നമ. എന്താ പത്മത്തിനെയും ആയുധമായിട്ട് പറഞ്ഞത്? കാരണം ഭഗവാൻ പ്രയോഗിക്കുന്ന ടൂളാണത്, അതുകൊണ്ടത് ആയുധമാണ്. അടുത്ത് 12ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ജനിക്കണു. പൂർണ്ണമായിട്ട് വിരിഞ്ഞ ആ താമരയിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പം ജനിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ തപ എന്ന് പറഞ്ഞ അവസ്ഥയിൽ അജ്ഞനല്ല, അറിവോടുകൂടിയാണ് ജനിച്ചത്. വേദങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അകത്തുണർന്നിട്ടുണ്ട്. സൃഷ്ടി തുടങ്ങുന്നത് അറിവോട് കൂടിയിട്ടാണ്, ആശയക്കുഴപ്പം കൊണ്ടല്ല. കൺഫ്യൂഷൻ കൊണ്ട് ഒന്നും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അനുസ്യൂതമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ആശയങ്ങളുടെ ഒഴുക്കിനെ പറയുന്ന പേരെന്താ? സരസ്വതി. സ്രഷ്ടാവിൽ നിന്നേ ആശയങ്ങൾ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് സരസ്വതി മകളാണ്. ആശയങ്ങളെ കൊണ്ടേ സ്രഷ്ടാവിന് പുതിയത് സൃഷ്ടിക്കാനും പറ്റുള്ളൂ, അതുകൊണ്ട് അവൾ ഭാര്യയാണ്. അല്ലാണ്ട് അതൊരു ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് അല്ല. കളിയാക്കുന്ന പോലെ അച്ഛൻ മകളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കളിയാക്കാനുള്ളതല്ല. സൃഷ്ടിക്ക് മാത്രമേ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സൃഷ്ടി നന്നായിട്ടിരിക്കണമെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവുകയും വേണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുകയും വേണം, അതിന് ഉണ്ടാവുകയും വേണം. മകളുമായിരിക്കും, ശക്തിയുമായിരിക്കും, ഭാര്യയുമായിരിക്കും, പുത്രിയുമായിരിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മാവിലും സരസ്വതിയിലും മാത്രം വിചിത്ര ഭാവമുള്ളത്. മകളുമാണ്, ഭാര്യയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ചുമ്മാ കയറിയിട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൃത്തികേട് വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടി തുടങ്ങണത് അറിവോടെയാണ്, കൺഫ്യൂഷൻ എന്നല്ല. ക്ലിയർ കട്ട് ഐഡിയ വെച്ചിട്ടാണ് സൃഷ്ടി തുടങ്ങുന്നത്. 13ാമത്തെ ശ്ലോകത്തിൽ ഞാനൊന്ന് ദീർഘിപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥന നടത്തണം. ഈ വിപുലമായിട്ടുള്ള കാലചക്രങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ പ്രളയത്തിനെയും താമരയിലെ സൃഷ്ടിയും വളരെ ദിവ്യമായിട്ടുള്ള കോസ്മിക് ഇൻ്റലിജൻസിനെയും ഒക്കെ വർണ്ണിച്ചതിന് ശേഷം ഭട്ടതിരി തന്നിലേക്ക് തന്നെ വരികയാണ്. ഇതൊക്കെ പറഞ്ഞു ഭഗവാനെ എന്നെ മറക്കരുത്. അതാണ് അസ്മിൻ പരാത്മൻ എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ കാരണം. താമരയിൽ നിന്ന് ബ്രഹ്മാവിനെ ഉദിപ്പിക്കാൻ കാരണക്കാരനായവനെ, അനന്തമഹിമാവായിട്ടുള്ള ഭൂമാവേ, എൻ്റെ രോഗങ്ങളെ നീക്കിത്തന്നാലും. ഈ ശ്ലോകത്തിന് ആചാര്യന്മാർ പറയും നാരായണീയത്തിൻ്റെ ആത്മാവാണെന്ന്. രാമായണത്തിൻ്റെ ആത്മാവേതാ? രാമായണത്തിൻ്റെ ആത്മാവേതാ? ഒരൊറ്റ ശ്ലോകമാണ് വരരുചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും പോയാലും മറക്കാൻ പാടില്ലാത്ത ഒരു ശ്ലോകം. അപ്പം 2 യക്ഷികളിരുന്ന് പറയണത് കേൾക്കുകയാണ്. ഇയാൾക്കതറിയില്ല. അത് നിനക്കറിയോടി എന്ന് ചോദിക്കണം ഒരു യക്ഷി. അവൾ ഒരു എനിക്കറിയാം, എന്നാൽ കേൾക്കട്ടെ. വരരുചി ഉറക്കം നടിച്ച് കിടന്ന് കേൾക്കും. ആ കഥയാണ്. ഏതാ? സുമിത്ര വാക്യം. സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. രാമനെ ദശരഥനായിട്ട് കാണുക, സീതയെ ഞാനായിട്ട് കാണുക, അയോധ്യയെ
കാടിനെ അയോധ്യയായിട്ട് കാണുക, നീ സന്തോഷമായിട്ട് പോയിട്ട് വന്ന് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ പഠിച്ചാൽ അത് മതി ആത്മസാക്ഷാത്കാരത്തിനും സൗഖ്യത്തിനും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സുമിത്ര. നോക്കൂ, ഏറ്റവും സൈലൻ്റ് അമ്മയാണ്, അധികം വർത്താനമൊന്നും പറയില്ല. പക്ഷേ രാമായണത്തിൻ്റെ കാതലായിട്ടുള്ള ശ്ലോകം പറയണത് സുമിത്രയാണ്. അതാണ് സുമിത്ര ദേവിയുടെ മാഹാത്മ്യം. എൻ്റെ പഴയൊരു പ്രഭാഷണമുണ്ട്, സുമിത്രാവാക്യം എന്ന് പറഞ്ഞിട്ട്. പഴയൊരു പ്രഭാഷണം, പണ്ട് ഏതോ ഒരു കാലത്ത് ഏതോ രാമായണത്തിന് ബോംബെയിലെ നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ചെയ്തത്. അതിൽ വിസ്തരിച്ചിട്ട് ഈ ശ്ലോകം മാത്രം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ എന്താ പറയുക, ഏറ്റവും ഒരു മിനിറ്റ്, ഈ പവർ ഒരു ചെറിയ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്, നാരായണീയത്തിൻ്റെ ആത്മാവേതാ ചോദിച്ചാൽ അസ്മിൻ പരാത്മനാണ്. അതുകൊണ്ട് തന്നെയാണ് ആചാര്യൻ പെരിയവ അത് ജപിച്ചാൽ മതി, നാരായണീയേ രോഗഹരം. അപ്പോൾ അതിലത്തെ ഒരു ശ്ലോകത്തിന് ഇങ്ങനെ ജപിച്ചാൽ രോഗഹരം എന്ന് പറയണമെങ്കിൽ, സർവ്വരോഗഹരം പറയണമെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. ആ ശ്ലോകം എന്നുള്ളതാണ്. അങ്ങനെ സൃഷ്ടിയും ലയവും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവണ താളക്രമമാണ്. പ്രളയം എന്ന് പറഞ്ഞാൽ നാശമല്ല, അത് വിശ്രമമാണ്. ഒന്നും നശിക്കലല്ല പ്രളയം, റെസ്റ്റ് എടുക്കല. ജീവിച്ച് ക്ഷീണിച്ചിട്ട് അനവധി ജന്മങ്ങളും ശരീരങ്ങളും എടുത്ത് ക്ഷീണിച്ച ആത്മാക്കളൊക്കെ ഭഗവാന്റെ മടിയിൽ ഭഗവാന്റെ ഒപ്പം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കുറേ കാലം. ആ ഉറക്കാണ് പ്രളയം. അത് മനസ്സിലാക്കിയാൽ മതി. ആ റെസ്റ്റ്, ഫൈനൽ റെസ്റ്റ് എന്ന് പറയണത്. ബോധം നഷ്ടപ്പെടാതെ ദൈവം ഉറങ്ങണു. തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഭഗവാൻ ഉണർന്നുറങ്ങണു. അതാണ് യോഗനിദ്ര എന്ന് പറയണത്. കാലം ആ സമയത്ത് ഭഗവാന്റെ സേവകനെ പോലെ അടുത്ത് നിൽക്കണു, ചലിക്കാതെ. സൃഷ്ടി തുടങ്ങുമ്പോൾ ജ്ഞാനം ഉദിക്കണു. പ്രപഞ്ചത്തിനെ കണ്ടതിന് ശേഷവും ഭക്തി ഏറ്റവും മധുരമുള്ളതായിട്ട് തന്നെ നിലകൊള്ളണു. ഇതൊക്കെ നമുക്ക് ഈ ദശകം പഠിപ്പിക്കുന്നുണ്ട്. വളരെ വിശേഷ ദശകമാണ് 8ാമത്തെ ദശകം. ലോകങ്ങളെ താങ്ങണ അതേ ഭഗവാൻ എൻ്റെ വേദനയും താങ്ങണം. ജീവിതം ഭാരമായിട്ട് തോന്നുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, പ്രപഞ്ചം പോലും അങ്ങയുടെ ഉള്ളിലാണ് ഗുരുവായൂരപ്പ ഉറങ്ങണത്. അതുകൊണ്ട് പേടി തോന്നുമ്പോൾ ഞാൻ അങ്ങയോട് പറയും, അവിടുന്ന് ഉണരും, വീണ്ടും എല്ലാം പൂത്തുലറിഞ്ഞ് അങ്ങോട്ട് ഭംഗിയായിട്ട് വരും. അതുകൊണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും അങ്ങയുടെ ആ ദിവ്യമായിട്ടുള്ള ഉണർച്ച നിലനിർത്തി തരണേന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദുഃഖമൊക്കെ പോകുന്ന. അതുകൊണ്ട് 8ാമത്തെ ദശകത്തിനെ അത്രയും ബഹുമാനത്തോടു കൂടി വേണം സമീപിക്കാമെന്ന് പറഞ്ഞു.